വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റായി അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്രം നൽകുന്ന 817 കോടി രൂപ വായ്പയായി മാത്രമേ നൽകാൻ കഴിയൂവെന്നും ഇത് തിരിച്ചടയ്ക്കണമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന് മറുപടിയായാണ് ഇത് പറഞ്ഞത്. ഇതോടെ പദ്ധതിക്കായി സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തിന് ഗ്രാന്റായി 1411 കോടി രൂപ അനുവദിച്ചപ്പോഴാണ് വിഴിഞ്ഞത്തിനായി നൽകുന്ന പണം തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സമീപനം. വി അരുൺ ചേരുകയാണ്. അരുൺ, സംശയമില്ല, ഇരട്ടത്താപ്പാണ്. കാരണം നമുക്കറിയാം, കേന്ദ്രത്തിന് കേരളത്തോടുള്ള പല വിഷയങ്ങളിലുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായി തന്നെ ഇതിനെയും കാണണം. ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? അതിനുള്ള ന്യായം എന്താണ്? ലാഭകരമല്ലാത്ത വികസന പദ്ധതി, അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ വികസന പദ്ധതി വരുമ്പോൾ ലാഭമാകുന്ന കേന്ദ്രം നൽകുന്ന സാമ്പത്തിക സഹായമാണ് VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ അതിന്റെ മാനദണ്ഡ പ്രകാരം തിരിച്ചടക്കേണ്ട തുകയാണ്, ഗ്രാന്റാണ്. പക്ഷേ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഗ്രാന്റ് നൽകാൻ കഴിയില്ല, വായ്പയായി മാത്രമേ നൽകാൻ കഴിയൂ എന്ന നിലപാടാണ് കേന്ദ്രം എടുത്തത്. നേരത്തെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായുള്ള സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി വ്യക്തത തേടി തീരുമാനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട നിർമ്മലാ സീതാരാമന് കത്ത് നൽകി. ആ കത്തിന് നിർമ്മലാ സീതാരാമന് മറുപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൂത്തുക്കുടി മാതൃകയിൽ സംസ്ഥാനത്തിനും VGF അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. തൂത്തുക്കുടിയിൽ നൽകിയ പണം അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ കൊച്ചി മെട്രോയ്ക്ക് സംസ്ഥാനത്ത് ഇതുപോലെ VGF കേന്ദ്രം അനുവദിച്ചിരുന്നു, അതും തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ കാര്യം വരുമ്പോൾ തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം പറയുന്നത്. അതിന് കാരണം തൂത്തുക്കുടിയുമായി വിഴിഞ്ഞത്തെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര നിലപാട്. തൂത്തുക്കുടി കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന, നേരിട്ട് കേന്ദ്രത്തിന് ഇടപെടൽ ശേഷിയുള്ള ഒരു തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ അതിൽ VGFും ഇതുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. കേരളത്തിലേത് ലാഭം ഉണ്ടാകുമ്പോൾ ലാഭവിഹിതം ഉൾപ്പെടെ തിരിച്ചടയ്ക്കണം. 800 കോടിയാണ് 800 കോടി പരമാണ് കേന്ദ്രം നൽകുന്നതെങ്കിലും സംസ്ഥാന സർക്കാർ പറയുന്നത് തിരിച്ചടയ്ക്കുമ്പോൾ സ്വാഭാവികമായും 10,000 മുതൽ 12,000 കോടി വരെ ലാഭവിഹിതവും പലിശയും ഉൾപ്പെടെ തിരിച്ചടയ്ക്കുമ്പോൾ 12,000 കോടി രൂപ വരെ ആയിത്തീരും. അതുകൊണ്ട് ഈ VGF സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ സംസ്ഥാനം ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്. മാത്രമല്ല, ഇത് സ്വീകരിക്കാതെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയുമുണ്ട്. വിഴിഞ്ഞം കമ്മീഷനിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത് കമ്മീഷൻ ചെയ്യിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും ഈ സാഹചര്യ കാര്യത്തിൽ അനുകൂല നിലപാട് സർക്കാർ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അതുണ്ടാകുന്നില്ല. അതാണ് സാഹചര്യം. ഏതായാലും കേന്ദ്രത്തിന് കേരളത്തോടുള്ള ഇരട്ട നിലപാട് തുടരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വിഴിഞ്ഞത്തിന് ഇത് ഗ്രാന്റായി അനുവദിക്കാനാവില്ല, വായ്പയായി മാത്രമേ വയബിലിറ്റി ഫണ്ട് നൽകാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കാണ് ഇപ്പോൾ ഇത് ഗ്രാന്റായി തന്നെ നൽകുന്ന 1411 കോടി രൂപയാണ് ഗ്രാന്റായി നൽകുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. വിഴിഞ്ഞത്തിന് വായ്പ, തൂത്തുക്കുടിക്ക് ഗ്രാന്റ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. സംസ്ഥാനത്തിന് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. വായ്പ അനുവദിച്ചാൽ ഈ പണം സംസ്ഥാനം പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നത്. അത് വിഴിഞ്ഞം പദ്ധതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ലഭിക്കുന്ന പ്രയോജനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒന്നുമില്ലാതാകുന്ന തരത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ ഈ പണമടക്കം തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നിന്ന് ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ 817 കോടി രൂപയാണ് ഇത്തരത്തിൽ വായ്പയായി മാത്രമേ നൽകാൻ കഴിയൂവെന്നും ഇത് തിരിച്ചടയ്ക്കണമെന്നും കേന്ദ്ര ധനമന്ത്രി ആവശ്യപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന് മറുപടിയായാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കൃത്യമായി തന്നെ കേന്ദ്രത്തിൻ്റെ ഇരട്ടത്താപ്പിന് ഉദാഹരണമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഏതെങ്കിലും വ്യക്തമായിട്ടുണ്ടോ അരുണ്? ഇതിനുള്ള മറുപടിയായി എന്തെങ്കിലും സംസ്ഥാനത്ത് സർക്കാർ നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ? നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് കടക്കണം. VGF ഗ്രാന്റായി നൽകാനാവില്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. തൂത്തുക്കുടി ഗ്രാന്റായി നൽകുമ്പോഴാണ് 1411 കോടി രൂപ തൂത്തുക്കുടി ഗ്രാന്റായി നൽകുമ്പോഴാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന 817 കോടി രൂപയിൽ ആ നിലപാടില്ലാത്തത്. അത് വായ്പയാണ്, ആ വായ്പ തിരിച്ചടയ്ക്കേണ്ടതാണ്, പലിശയടക്കം തിരിച്ചടയ്ക്കേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ട്. അതിലൂടെ സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയായി അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷയായി കേന്ദ്രത്തെ സമീപിക്കുക, അത്തരം എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇത്തരമൊരു സൂചന വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കത്തയച്ചത്. ആ കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള സംഭവമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാനം ഈ VGF സ്വീകരിക്കണമെന്ന കാര്യത്തിൽ പോലും സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റു വഴികളില്ലാതെ
സംസ്ഥാനത്തിന് ഈ വിഴിഞ്ഞം പദ്ധതി ഏതാണ്ട് കമ്മീഷനിലേക്ക് അടുക്കുമ്പോൾ വലിയ ലാഭം ഉണ്ടാകുന്ന പദ്ധതിയാണെന്ന് ഇതിനകം തെളിഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ കേന്ദ്രത്തിന് GST ഇനത്തിനും മറ്റും ഈ കപ്പലുകൾ ട്രയൽ റൺ നടക്കുമ്പോൾ തന്നെ 50 കോടിയോളം രൂപ കേന്ദ്രത്തിന് ലഭിച്ചതാണ്. കേന്ദ്രത്തിനും വലിയ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് കേന്ദ്രം ഈ നിലപാട് പുനഃപരിശോധിക്കുന്ന സംസ്ഥാനം വീണ്ടും ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ ഫലമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് കേന്ദ്രം വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു. കേന്ദ്രം മുടക്കുന്ന പോലെ തന്നെ VGF കൊണ്ട് കേരളവും വിഴിഞ്ഞത്തിന് നൽകുന്നുണ്ട്. 4777.14 കോടി രൂപ കേന്ദ്രം സംസ്ഥാനം നൽകുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് അനുബന്ധ സൗകര്യത്തിനുമായാണ് മുടക്കുന്നത്. അത് തിരിച്ചടവ് വേണ്ടാത്ത വായ്പ ഗ്രാന്റായാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സമാനമായി കേന്ദ്രവും നൽകണമെന്നാണ് ആവശ്യം. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് അനുകൂല നിലപാട് ഉണ്ടാകുന്നില്ല. ഇനിയും ഇത് സംസ്ഥാനം ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം ധനമന്ത്രി തന്നെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിന് അനുകൂല നിലപാട് ഉണ്ടാകാൻ ഒരു സാധ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ലായിരിക്കും. അതാണ് സാഹചര്യം. ഏതായാലും വലിയ തോതിൽ ചർച്ചയാകപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്.